നമുക്കിന്ന് നല്ല അടിപൊളി അരവണ പായസം എങ്ങനെ വീട്ടിൽ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാന്ന് കാണാം. അതിനു വേണ്ടി ഞാൻ 1 കപ്പ് ഉണങ്ങലരി എന്ന് പറയും, പായസത്തിൻ്റെ അരി എന്നും പറയും. അത് കഴുകി വൃത്തിയാക്കി വെള്ളം വാർന്നു പോകാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പയിൽ വാരി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വേണ്ട ശർക്കര ഉരുക്കിയെടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3/4 കിലോ ശർക്കരയാണ്. ഇതിനു വേണ്ടി നമുക്ക് 1 കിലോ ശർക്കര വേണമെങ്കിലും എടുക്കാൻ പറ്റും. ഇതിനു വേണ്ടി എടുക്കേണ്ടത് നല്ല കറുത്ത ശർക്കരയാണ്. കറുത്ത ശർക്കര എടുത്താലാണ് നമ്മുടെ അരവണയുടെ ആ കറുപ്പ് കളർ കിട്ടുള്ളൂ. ഇനി നമുക്കിതിൽ 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് കത്തിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുകി വരട്ട്, അതുവരെ കത്തിച്ചു കൊടുക്കാം. ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലായിടത്തും വെള്ളം പെട്ടിട്ട് വേഗം ഉരുകി വരട്ടെ. അങ്ങനെ നമ്മുടെ ശർക്കര പാനിയൊക്കെ ഉരുകി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് തരിച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇത് കണ്ടില്ലേ മക്കളെ, ഈ കരടും കല്ലും പോവാനാണ് തരിച്ചെടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഒരു ഉരുളി അടുപ്പത്ത് വെക്കാം. ഉരുളി ഒന്ന് ചൂടാവട്ടെ. ഉരുളി ചൂടായിട്ടുണ്ട്. നമുക്കിനി 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യ് അലിഞ്ഞ് നല്ല ചൂടായി വന്നിട്ടുണ്ട്. നമുക്കൊരു 1/2 കപ്പ് തേങ്ങ കൊത്ത് ഇതിലിട്ട് വറുത്തെടുക്കാം. ഇപ്പം നമ്മുടെ തേങ്ങ കൊത്തൊക്കെ നല്ല ബ്രൗൺ കളറിലായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് കോരി ഒരു പാത്രത്തിലേക്ക് എടുക്കാം. ഇനി നമുക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച അരി ഇതിലേക്ക് തന്നെ കൊട്ടി കൊടുത്ത് ഒന്ന് വറുത്തെടുക്കാം. ഇപ്പം നമ്മുടെ അരി റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല വറവൊന്നും വേണ്ട, ചെറിയ തീ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് വറുത്താൽ മതി. ഇനി നമുക്കിതിൽ ചൂടുള്ള വെള്ളം ഒരു 4 കപ്പ് ഇതിൽ ഒഴിച്ചു കൊടുക്കാം. നല്ല തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ. 4 കപ്പ്. 1 2 3 4 കപ്പ് വെള്ളം ഞാനിതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഞാനിതിൽ ചൂടുള്ള 4 കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത് മക്കളെ. ഇനി അത് വെന്തിട്ടില്ലെങ്കിൽ വേകാനുള്ള വെള്ളം ചൂടാക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. നോക്കി ഒഴിക്കണം. വെള്ളം കൂടുതൽ ഒഴിച്ചാൽ വറ്റി വരാൻ കുറേ സമയം പിടിക്കും കേട്ടോ. ഇപ്പം നമ്മുടെ അരി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കൊരു 100 ഗ്രാം ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം. നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. ഇതിട്ട് കൊടുക്കാം. ഈ അരിയുടെ കൂടെ കിടന്ന് അതും ഒന്ന് വെന്ത് കുതിർന്ന് വരട്ടെ. ഈ മുന്തിരി കടിക്കണത് ഇഷ്ടമില്ലെങ്കിൽ മുന്തിരി അരച്ചിട്ടിട്ട് കൊടുത്താലും മതി കേട്ടോ. നമുക്കിനി ഇത് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇത് ഇടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. കണ്ടില്ലേ നമ്മുടെ അരി വെന്ത് വരുന്നുണ്ട്. ഇപ്പം നമ്മുടെ ചോറൊക്കെ വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നമ്മൾ ഉരുക്കി വെച്ച ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിൽ ഒരു 100 ഗ്രാം കൽക്കണ്ട ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി പായസമാക്കി കുറുക്കിയെടുക്കാം. മക്കളെ, ചോറ് വെന്തതിന് ശേഷമേ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാവേ. വേകുന്നതിന് മുന്നേ ഒഴിച്ചു കൊടുത്താൽ അരി വേവില്ല. മധുരത്തിൽ കിടന്ന അരി വേവത്തില്ലല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇപ്പം നമ്മുടെ ശർക്കര പാനിയൊക്കെ ഒഴിച്ച് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. ഇനി നെയ്യൊക്കെ ഒന്ന് ഉരുകി നന്നായിട്ട് ഇതിൽ ചേർന്ന് തിളച്ച് വറ്റി കുറുകി വരട്ടെ. ഇത് കണ്ടില്ലേ മക്കളെ, നമ്മുടെ അരവണ പായസം കുറുകി വറ്റി വന്നിട്ടുണ്ട് കുറേച്ചാ. ഇനി നമുക്ക് ഈ സമയത്ത് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ
1/2 ടേബിൾ സ്പൂൺ ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കുക. നമുക്കിനി ഇതിൽ 3/4 ടേബിൾ സ്പൂണ് ചുക്കുപൊടി ഇട്ട് കൊടുക്കുക. ഇത് ഉടനെ തന്നെ നന്നായിട്ട് ഇളക്കണം കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് ഉടനെ തന്നെ ഇളക്കി കൊടുത്തില്ലെങ്കിൽ ചുക്കുപൊടി കട്ട പിടിച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ ആവും. ഇനി നന്നായിട്ട് കുറുകി അരവണയുടെ അതേപോലെ ആയി വരട്ടെ. അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം കത്തിച്ച്. ഇപ്പം നമ്മുടെ അരവണ നല്ല സൂപ്പറായിട്ട് ആയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇതാണ് പരുവം. നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ ഈ ചട്ടിയുടെ അടി ഇങ്ങനെ കാണണം, കണ്ടില്ലേ? അതാണ് ചട്ടിയുടെ അടിയിൽ നിന്ന് ഈ സാധനം വിട്ട് വരണം. അപ്പോഴാണ് അരവണ പായസം അരവണ പോലെ ആയി. ഇനി നമുക്ക് നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ച തേങ്ങ ഇതിലിട്ട് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുക. ലാസ്റ്റ് ഇട്ട് കൊടുക്കുമ്പോൾ തീ ഓഫാക്കിയിട്ട് വേണം ഇടാൻ കേട്ടോ. നമുക്കിനി ഇത് ഒന്ന് ഇളക്കി ഇതുമൊക്കെ മിസ്സാക്കി എടുക്കാം. തേങ്ങയും നെയ്യും ഒന്നുകൂടി ഒന്ന് മിസ്സായി നല്ല സൂപ്പറായി. കണ്ടില്ലേ, ഇപ്പം നല്ല സൂപ്പറായി പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറക്കി വെക്കാം. അങ്ങനെ നമ്മുടെ അരവണ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറുമ്പോൾ ഒന്നുകൂടി കട്ട പിടിക്കും കേട്ടോ. പിന്നെ നല്ല കറുത്ത കളർ കിട്ടണമെങ്കിൽ കറുത്ത ശർക്കര തന്നെ വേണം. ഇത് ശർക്കരയുടെ കളർ കുറവായത് കൊണ്ടാണ് ഈ അരവണ ഒന്ന് കളർ കുറഞ്ഞിരിക്കുന്നത്. എല്ലാവരും ഇതേപോലെ അരവണ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും പായസം ഇഷ്ടമാണല്ലോ, അതുകൊണ്ട് അരവണ പായസം എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യാനും കൂടി മറക്കരുത് മക്കളെ.